ഇന്ന് എവിടെ വായിച്ചാണ് കേട്ടോ, ദ മൈറ്റി സിംബാബ്വെ എന്നൊക്കെ. എപ്പോഴും കേൾക്കുന്നത് മൈറ്റി ഓസീസ് എന്നല്ലേ. എന്തായാലും അത് മാറ്റി കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അത് അവർ അറിയിക്കുന്നുണ്ട്, അവർ അതിനനുസരിച്ചുള്ള ക്രിക്കറ്റ് കളിച്ചിട്ട് തന്നെയാണ് കേട്ടോ. ശ്രീലങ്ക ആയിട്ടുള്ള ഇന്നത്തെ മാച്ച് കിഡലിനായിരുന്നു. ഡേ 13 സിംബാബ്വെ വേഴ്സസ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ തട്ടകത്തിൽ അത്രയും കാഴ്ചക്കാരുടെ മുന്നിൽ അവർ ബിൽഡ് ചെയ്ത ഒരു കൂറ്റൻ സ്കോർ ഈസി ആയിട്ട് സിംബാബ്വെ ചേസ് ചെയ്തു. ഈസി ആയിട്ടെന്ന് പറയാൻ പറ്റില്ല, മിഡിൽ ഓർഡേഴ്സിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. പക്ഷേ ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു സിംബാബ്വൻ ഡോമിനേഷൻ ആയിരുന്നു കാണാൻ കഴിഞ്ഞത്, ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും. എടുത്തു പറയേണ്ട ഒരു പേരാണ് സിക്കന്ദർ റാസ, അവരുടെ ക്യാപ്റ്റൻ. അദ്ദേഹത്തിന്റെ പ്ലാനും ഗെയിമും കിടിലനാണ്, ഒന്നും പറയാനില്ല. ഇന്ന് നടന്ന ആദ്യത്തെ മാച്ച് വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ഇറ്റലി. ഇതിന്റെ റിസൾട്ട് ആർക്കും ഒരു പ്രസക്തമല്ല. ഇറ്റലിക്ക് ഒരു ഫെയർവെൽ മാച്ച് ആയിരുന്നു ഇന്ന്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി തോറ്റു പുറത്തായി. ഇൻഡീസിന്റെ മറ്റൊരു വാം അപ്പ് ഗെയിം ബിഫോർ ദ സൂപ്പർ 8. അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് കാനഡ. രണ്ട് ടീമുകളും ഓൾറെഡി എലിമിനേറ്റഡ് ആയതാണ്. അഫ്ഗാനിസ്ഥാൻ നല്ല രീതിയിൽ കളിച്ചു. നിർഭാഗ്യവശാൽ അവർ ആ സൗത്ത് ആഫ്രിക്കനായിട്ടുള്ള മാച്ച് തോറ്റു. ഇല്ലായിരുന്നെങ്കിൽ അവരിന്ന് സൂപ്പർ 8 എത്തേണ്ട ടീമായിരുന്നു. അങ്ങനെ ഗ്രൂപ്പ് മത്സരങ്ങൾ നാളെ കൊടിയിറങ്ങുകയാണ്. ഈ ശനിയാഴ്ച മുതൽ സൂപ്പർ 8 മാച്ചസുകൾ സ്റ്റാർട്ട് ആകുമ്പോഴാണ്.